ഏതൊരു വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണത്തിൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ ബാല്യകാലം, വളർന്ന സാഹചര്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മണികണ്ഠന്റെ അയ്യപ്പൻ എന്ന ഭഗവാൻ എന്ന ലോകം എന്നറിയുന്ന മണികണ്ഠന്റെ ബാല്യകാലവും വ്യക്തിത്വവും രൂപപ്പെടുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പന്തളം കൊട്ടാരമാണ്. പന്തളത്തെ പന്തളം രാജരാജശേഖരന്റെ വളർത്തുപുത്രനായി വളർന്ന മണികണ്ഠകുമാരന്റെ ചെറുപ്പകാലം നല്ലൊരു സമയം ചെലവഴിച്ചത് ഈ കൊട്ടാരത്തിലാണ്. ആ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലേക്ക്. പുരാണത്തിലെ ധർമ്മശാസ്താവിനും ചരിത്രത്തിലെ അയ്യപ്പനും തറവാടായി മാറിയ കൊട്ടാരക്കെട്ടാണിത്. അതുകൊണ്ട് തന്നെ പന്തളം ഇന്നും അയ്യപ്പന്റെ കഥ പറയുന്നത് പുരാണത്തിന്റെയും ചരിത്രത്തിന്റെയും ഇഴകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യരാജ്യത്തു നിന്നും അവിടെ ഉണ്ടായ എന്തോ അന്തഛിദ്രം കാരണം അവിടുന്ന് കുറച്ചുപേരൂടെ അവിടുന്ന് വന്ന് പല സ്ഥലങ്ങളിലും അവർ ക്യാമ്പ് അടിച്ചു നോക്കി. ഒടുവിൽ പന്തളം നാട്ടിൽ വന്ന്, പന്തളം രാജ്യം ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു. കൈപ്പഴ തമ്പാൻ എന്ന് അദ്ദേഹത്തിനെ പറയും. വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാനമാണിത്. ഇവിടെ വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. 3 വശവും അച്ചൻകോവിലാറാണ്, കിഴക്കും വടക്കും പടിഞ്ഞാറും. തെക്ക് ഭാഗം കോട്ട, മണ്ണുകൊണ്ടുള്ള വലിയ കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയുടെ കോട്ടവാതിലവളായിരുന്നു ഈ മണികണ്ഠനാത്ര. പുലിയെ കൊണ്ടുവന്നപ്പോഴാ ജനങ്ങളെല്ലാം കൂടെ പേടിച്ചോടി ഇവിടെ വന്ന് രാജാവിൻ്റെ ഒക്കെ പറഞ്ഞു, ഇങ്ങനെ പുലി വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ രാജാവ് ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ വെച്ചാണ് രാജാവിന് മനസ്സിലായി ഇദ്ദേഹം മനുഷ്യനല്ലാന്നേ. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് ജനിച്ച് വന്നതാണ്, അവതരിച്ചതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായിട്ട് പോകുന്നത്. അയ്യപ്പനാണ് നമ്മുടെ ദൈവമായിട്ട് നമ്മൾ കരുതുന്നത്. അയ്യപ്പനെയാണ്. പിന്നെ പണ്ടത്തെ ഒരു മകനായിട്ടാണല്ലോ വളർന്നത്. അപ്പൊ ആ മകനെന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ട്. യുക്തിയുടെ ഭാവനയ്ക്കുമപ്പുറം സമ്മോഹിത ഭാവങ്ങളുടെ നിറക്കൂട്ടുകൾ കൊണ്ട് മെനഞ്ഞതാണ് പുരാണ കഥകളെങ്കിൽ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വിശ്വാസ്യത പകരുന്നതാണ് ചരിത്ര കഥകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് പുരാണത്തെ വിസ്മരിക്കാം. ചരിത്രത്തിന്റെ ഏടുകളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. ഇതാണ് അയ്യപ്പന്റെ പിതാവായ ശ്രീ രാജരാജശേഖരൻ പൂജിച്ചിരുന്ന അദ്ദേഹത്തിന്റെ തേവാര വിഗ്രഹങ്ങൾ. ആദ്യം പുത്രനില്ലാത്ത ദുഃഖത്താൽ അദ്ദേഹം പ്രാർത്ഥിച്ച വിഗ്രഹങ്ങളാണ്. എല്ലാ പ്രധാന പ്രതിഷ്ഠകളും ഉണ്ട്. കാലാന്തരത്തിൽ അയ്യപ്പനും അതിൽ സ്ഥാനം കണ്ടെത്തുകയും അയ്യപ്പൻ പഠിച്ച പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഴയ വേദഗ്രന്ഥങ്ങൾ അടങ്ങിയ പൂജാമുറി അല്ലെങ്കിൽ തേവാര മുറിയാണത്. ആ ഗ്രന്ഥങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇക്കണ്ട കാഴ്ചകൾ മാത്രമല്ല, പന്തളം കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇനിയുമുണ്ട് അയ്യപ്പന്റെ കഥ പറയുന്ന ചരിത്രാവശിഷ്ടങ്ങൾ പലതും. അതിലൊന്നാണ് ബാലനായ മണികണ്ഠൻ കളിച്ചു വളർന്ന കൈപ്പുഴ കൊട്ടാരത്തിലെ വിശേഷമാർന്ന ഒരു കുളം. ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായി ഇന്നും ഈ കുളം ഇവിടെ നിലനിൽക്കുന്നു. ഈ കുളം പന്തളം രാജകൊട്ടാരം കഴിഞ്ഞ 1000ഓളം വർഷങ്ങളായി നിലനിന്നിരുന്ന കുളമാണ്. ഇവിടെയാണ് മണികണ്ഠൻ അദ്ദേഹത്തിന്റെ സ്നാനമടക്കമുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നത്. ഈ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചരിത്രത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന പല സ്മാരകങ്ങളായി ഈ കുളവും ഈ കരയുമൊക്കെ നിലനിൽക്കുന്നു.
ഈ കാഴ്ചകളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത് പുരാണത്തിലായാലും ചരിത്രത്തിലായാലും പന്തളത്ത് ഒരു ദിവ്യ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതാണ്. പുരാവൃത്തവും ചരിത്രവും വാദപ്രതിവാദങ്ങൾ ഉയർത്തുന്ന പന്തളത്തിന്റെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു നഷ്ടബോധമുണ്ട്. പുരാണത്തിന്റെ കഥകൾക്കും വർണ്ണനകൾക്കുമപ്പുറം രേഖപ്പെടുത്താൻ വിട്ടുപോയ യഥാർത്ഥ ചരിത്ര വസ്തുതകളുടെ അഭാവം. പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ച് ഒരു 1500-1600 വർഷം മുമ്പ് പന്തളം കൊട്ടാരത്തിലെ രാജാവ് അദ്ദേഹം മധുര ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജാവായിരുന്നു. ഏതോ കാരണവശാൽ കേരളത്തിലേക്ക് അദ്ദേഹം വന്നു. കേരളത്തിൽ വരുമ്പോൾ അന്ന് മധുരയിലിരിക്കുമ്പോൾ മധുര മീനാക്ഷിയായിരുന്നു പന്തളം കൊട്ടാരത്തിന്റെ കുലദൈവം. ഈ കുലദൈവത്തെ കൂട്ടി ചെങ്കോട്ട, ചെങ്കോൽ, ആര്യങ്കാവ് വഴി വന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ വന്ന് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മണ്ണടി ക്ഷേത്രത്തിൽ അവിടെ ആ പരിസരത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് കുറെ കാലം അവിടെ താമസിക്കുകയും മധുര മീനാക്ഷിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മണ്ണടി ഭഗവതി ഇന്ന് കൊട്ടാരക്കര ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അവിടെ പോരാ, കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് വന്ന് പന്തളം വന്നു കഴിഞ്ഞു. പന്തളത്തെത്തിയപ്പോൾ പന്തളത്തെ ഒരു തമ്പാനുണ്ടായിരുന്നു, കൈപ്പഴ തമ്പാൻ. അദ്ദേഹത്തിനോട് വിലയ്ക്ക് വാങ്ങിയെന്ന് ചിലർ പറയണു, അദ്ദേഹത്തെ വധിച്ച് കീഴ്പ്പെടുത്തി എന്ന് പറയുന്നു. ഏതായാലും പന്തളം അച്ചൻകോവിലാറിന്റെ തീരത്ത് പന്തളം കൊട്ടാരം സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ അങ്ങനെ ഇവിടെ വന്ന് സ്ഥാപിച്ചു. അപ്പോ 2 വർഷമുണ്ട്. അയ്യപ്പൻ മധുരയിലിരിക്കുമ്പോൾ തന്നെ ഈ രാജാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളൊരു കഥയുണ്ട്. ചില കഥകൾ പറയണത് പന്തളത്ത് വന്നതിന് ശേഷമാണ് അയ്യപ്പൻ ഇവിടെ വന്ന് വളർന്നതെന്നാണ്.